കരിങ്കല്ലത്താണിയുടെ മണ്ണിൽ ആവേശമായി സോക്കർ ഫെസ്റ്റ്. പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രി സ്പോർട്സ് സെഞ്ചുറി വിഭാഗം സംഘടിപ്പിച്ച സോക്കർ ഫെസ്റ്റ് ഫുട്ബോൾ മത്സരം ശ്രദ്ധേയമായി. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച കിംസ് അൽഷിഫ സ്പോർട്സ് ഇഞ്ചുറി വിഭാഗത്തിന് കീഴിലെ വിദഗ്ധ ചികിത്സയിലൂടെ കളിക്കിടെയുണ്ടായ പരിക്ക് ഭേദമായി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയവർക്കായാണ് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. നമ്മളെ പേഷ്യൻസിനെ നമുക്കെല്ലാവർക്കും ഒന്ന് ഒരുമിക്കണം എന്നുള്ള ഒരു ചിന്ത വളരെ വന്നപ്പോൾ കഴിഞ്ഞ ഒരു 2-3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സർജറി ചെയ്ത പേഷ്യൻസിനെല്ലാം കൂട്ടി ഒരു ഫ്രണ്ട്ലി മാച്ച്, പ്രത്യേകിച്ച് ഈ വേൾഡ് കപ്പിൻ്റെ ഈ അവസരത്തിൽ പറ്റുമെങ്കിൽ അത് അർജൻറ്റീന ബ്രസീൽ തന്നെ ആവണമെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ പറഞ്ഞു. അങ്ങനെ ഒരു ടീം ഡിവിഷൻ വന്ന് നമ്മൾ വളരെ കുറച്ച് ആൾക്കാരെ, വളരെ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടി നമ്മൾ ഒരു ഫ്രണ്ട്ലി മാച്ച് കണ്ടക്ട് ചെയ്യണം. ഇതിൽ 2 മെയിൻ കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. ഒന്ന്, നമ്മൾ ഈ കാര്യം കൊണ്ട് നമ്മളെ ഈ ഒരു സർജറീസും ഒക്കെ ചെയ്തുകൊണ്ട് തിരിച്ച് രണ്ടാമത് കളിക്കളത്തിൽ ഇറങ്ങുന്ന അവരുടെ ഒരു ഹാപ്പിനെസ് ഒന്ന്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ വളരെ കുറച്ച് പ്ലെയേഴ്സൊക്കെ, കുറച്ച് ആളുകളൊക്കെ ഇതിൽ വളരെ കുറവാണെങ്കിൽ പോലും അവർക്ക് ഇതേപോലെ രണ്ടാമത് കോൺഫിഡൻ്റായിട്ട് കളിക്കാൻ പറ്റുമോ, അവർക്ക് കളിക്കാൻ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ സംശയവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ പോലത്തെ കാണുമ്പോൾ അവർ ഗെറ്റ് ഇൻസ്പയർഡ്. പിന്നെ അതേപോലെ തന്നെ സർജറി കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുമോ, നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ സർജറി കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുമോ, അതേപോലെ കളിച്ച് സർജറി സർജറിക്ക് മുമ്പ് തന്നെ ചിന്തിച്ചിട്ട് ചിലർ സർജറിക്കൊന്നും വരാത്തവർ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വരാത്തവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഇവർ ഈ നല്ല കളിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ്. കിംസ് അൽഷിഫ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് സെഞ്ചുറി വിഭാഗത്തിലെ വിദഗ്ധ ചികിത്സയിലൂടെ കളിക്കിടെയുണ്ടായ പരിക്കുകൾ ഭേദമായവർക്കു വേണ്ടിയാണ് സോക്കർ ഫെസ്റ്റ് എന്ന പേരിൽ സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. കരിങ്കല്ലത്താണി സൈക്കോ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് ജനശ്രദ്ധയാകർഷിച്ചതായിരുന്നു. അപകടത്തിൽപ്പെട്ട് ഒരിക്കലും കളിക്കളത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയില്ലെന്ന് വിചാരിച്ച കായിക താരങ്ങളാണ് കളിക്കളത്തിൽ ബൂട്ടണിഞ്ഞത്. ഇതോടെ കിംസ് അൽഷിഫ സ്പോർട്സ് വിഭാഗത്തിന് കീഴിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ശ്രദ്ധേയമായി. ലോകകപ്പ് ആവേശം നാടെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ വേളയിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന, ബ്രസീൽ ടീമുകളുടെ പ്രതീകാത്മക മത്സരം കൂടിയാണ് നടന്നത്. കിംസ് അൽഷിഫയിലെ സ്പോർട്സ് ഇഞ്ചുറി വിഭാഗം സംഘടിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ മാച്ചാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഡോക്ടർ ഖലീൽ സർജറി ചെയ്ത് സ്പോർട്സ് ഇഞ്ചുറി പറ്റി സർജറി ചെയ്ത് അത് ക്യൂർ ചെയ്ത ആ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഫുട്ബോൾ മാച്ച്. MLA പറഞ്ഞമാതിരി ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യത്തേതായിരിക്കും ഇത്. കഴിഞ്ഞ 13 വർഷമായി കിംസ് അൽഷിഫയിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് സെഞ്ചുറി വിഭാഗം ഫ്രാൻസിലെ ലയോണിലുള്ള സെന്റർ ഓർത്തോപീഡിക് സാൻട്രിയിൽ സ്പോർട്സ് ആൻഡ് ഓർത്തോപീഡിക് സർജറിയിൽ വിദഗ്ധ പരിശീലനം നേടിയ സർജൻ ഡോക്ടർ അബ്ദുള്ള ഖലീലിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി ദേശീയ, രാജ്യാന്തര കായിക താരങ്ങളെ വീണ്ടും കളിക്കളത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. സർജറിക്ക് ശേഷവും ആത്മവിശ്വാസത്തോടെ വീണ്ടും കളിക്കാമെന്ന ഉറപ്പാണ് ഈ മത്സരമെന്ന് ഡോക്ടർ അബ്ദുൽ ഖലീൽ പറഞ്ഞു. ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിക്കുന്നത് ലോകത്തിൽ തന്നെ ആദ്യത്തേതായിരിക്കുമെന്ന് MLA നജീബ് കാന്തപുരം പറഞ്ഞു. ഒരുപക്ഷെ ഈ ലോകകപ്പിന് ലോകത്തെവിടെയും നടക്കാത്ത ഒരു കാര്യം പെരിന്തൽമണ്ണയിൽ നടക്കുകയാണ്. കാരണം വളരെ വെറൈറ്റി നിറഞ്ഞ ഒരുപാട് മത്സരങ്ങൾ ഇന്ന് നാടെങ്ങും നമ്മൾ കാണുന്നുണ്ട്. ലോകകപ്പിനോടനുബന്ധമായിട്ട് എല്ലായിടത്തും ഫാൻ ബോർഡുകളാണ്, ആവേശം മലതല്ലുകയാണ്. ലോകമെങ്ങുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും വലിയ സന്തോഷ മുഹൂർത്തമാണ് ഈ വേൾഡ് കപ്പ്. അമേരിക്കയിലാണ് കളി നടക്കുന്നതെങ്കിലും വളരെ ആവേശപൂർവ്വം നമ്മുടെ നാട്ടിലെല്ലാം കളിക്ക് സമാന്തരമായി ഒട്ടനവധിയായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതാദ്യമായിട്ട് ഒരു സ്പോർട്സ് സർജൻ, അദ്ദേഹം സർജറി ചെയ്ത രോഗികളെ ടീമുകളാക്കി ഒരു പക്ഷേ ലോകത്താദ്യത്തെ മത്സരമായിരിക്കും ഇവിടെ നടക്കുന്നത്. പെരിന്തൽമണ്ണയുടെ ഒരു പുതുമയായി ഞാനതിനെ കാണുകയാണ്. അൽഷിഫ ഹോസ്പിറ്റലിലെ സ്പോർട്സ് സർജനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഖലീൽ, അദ്ദേഹം ഈ 4 വർഷത്തിനിടയിൽ 300-ലേറെ രോഗികളുടെ സ്പോർട്സിനിടയിൽ പരിക്കേറ്റ, അതേറെയും ഫുട്ബോളായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഫുട്ബോൾ പ്ലെയേഴ്സായിട്ടുള്ള ആളുകളുടെ പരിക്കേറ്റവരുടെ സർജറി നടത്തിയ ഒരു ഡോക്ടറാണ്. അദ്ദേഹം സർജറി നടത്തിയ ഈ 300-ലേറെ വരുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഏറ്റവും നല്ല ഫുട്ബോളർമാരെ തിരഞ്ഞെടുത്തുകൊണ്ട് 2 ടീം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒന്ന് ഞങ്ങളുടെ ടീം അർജൻറ്റീന, ഒന്ന് ഞങ്ങൾ എതിരാളികളുടെ ടീം, അത് പിന്നെ ബ്രസീൽ ഇവിടെ ഉണ്ട്. ബ്രസീലും അർജൻറ്റീനയുമായി 2 പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെക്കുകയാണ്. മത്സരാർത്ഥികളായിട്ടുള്ള ഫുട്ബോളേഴ്സ് ആവട്ടെ എല്ലാവരും സർജറിക്ക് വിധേയമായവരുമാണ്. ഇത് ഒരു വളരെ കൗതുകം നിറഞ്ഞ കാഴ്ചയാണ്.
ലോകകപ്പിനുള്ള പെരിന്തൽമണ്ണയുടെ സമ്മാനമായി ഞാൻ ഇതിനെ കാണുന്നു. കിംസ് അൽ ഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ KC തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.